നമസ്കാരം. ഭാഗവത കഥകൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ 22ാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഭാഗവതത്തിൽ 10 അവതാരങ്ങളെക്കുറിച്ചും ഭഗവാന്റെ 10 അവതാരങ്ങളെക്കുറിച്ചും പറയുകയാണ്. അതിനകത്ത് വളരെ ശ്രേഷ്ഠമായ അവതാരമാണ് വാമനാവതാരം. നമ്മുടെ ഓണവുമായിട്ട് വളരെയധികം അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ കഥ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ ഭാഗവതത്തിൻ്റെ അഷ്ടമസ്കന്ധത്തിലാണ് ഈ കഥ ഉള്ളത് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. നമുക്ക് അഷ്ടമസ്കന്ധത്തിലൂടെ വാമനാവതാരം എന്നുള്ള ഭാഗത്തൂടെ നിന്ന് കടന്നു പോകാം. അപ്പം നമുക്കറിയാൻ വയ്യാത്തതായ ചില കാര്യങ്ങളും ആ കഥയോട് ചേർത്ത് അതിലുണ്ടാകാം. നമുക്കത് പരിശോധിക്കാം. അസുര ചക്രവർത്തിയായ മഹാബലി ശിവനെ തപസ് ചെയ്ത് പല വരങ്ങളും വാങ്ങി. വളരെ വലിയ ബലവാനായി, പ്രബലനായി മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ദേവലോകവും ഭൂമിയും പാതാളവും അടക്കി ഭരിച്ചു വരികയായിരുന്നു. അപ്പൊ ദേവേന്ദ്രന്റെ ഇന്ദ്ര പദവി ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിനകത്ത് ദേവേന്ദ്രൻ്റെ അമ്മയായിട്ടുള്ള അതിഥി വളരെയധികം ദുഃഖിച്ചു. ഇന്ദ്രപട്ടം വീണ്ടെടുക്കണം, ഇതിലെന്താണ് മാർഗം എന്ന് അതിഥി തൻ്റെ ഭർത്താവായ കാശ്യപനോട് ചോദിച്ചു. കാശ്യപൻ അതിനൊരു ഉപായം പറഞ്ഞു കൊടുത്തു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന ലയോനാമം എന്ന വ്രതം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചാൽ മതി. ഇതായിരുന്നു അതിഥിക്ക് കാശ്യപൻ പറഞ്ഞു കൊടുത്ത മാർഗം, ദേവേന്ദ്രന് ആ ഇന്ദ്രപട്ടം തിരിച്ചു ലഭിക്കാനായി മഹാബലിയിൽ നിന്നും. അപ്പോൾ ഈ ലയോനാമം എന്ന് പറയുന്ന വ്രതം അനുഷ്ഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള മന്ത്രങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ഒക്കെ തന്നെ കാശ്യപൻ ഉപദേശിക്കുകയും ചെയ്തു. അതനുസരിച്ച് ഇന്ദ്രന്റെ അമ്മയായ അതിഥി വ്രതം അനുഷ്ഠിക്കുകയാണ്. ഈ വ്രതത്തിൻ്റെ അവസാനത്തിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് നിനക്ക് അഭീഷ്ട വരം വേണ്ടത് എന്ന് ചോദിക്കും. എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഭഗവാൻ തന്നെ എൻ്റെ മകനായി ജനിച്ചിട്ട് മഹാബലിയുടെ പക്കൽ നിന്നും സ്വർഗരാജ്യം വീണ്ടെടുത്ത് എൻ്റെ മകന് ഇന്ദ്രന് നൽകണം. ഇതായിരുന്നു അതിഥിയുടെ പ്രാർത്ഥന. മഹാവിഷ്ണു അപ്രകാരം അനുഗ്രഹിച്ചു. അധികം താമസിയാതെ അതിഥി പ്രസവിച്ചു. ഗർഭം ധരിച്ച് ഒരു യഥാകാലം ഒരു പുത്രനെയാണ് പ്രസവിക്കുന്നത്. അപ്പോൾ സകല ദേവകളും അതുകൊണ്ട് സന്തുഷ്ടരായി. ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസമാണ് ഈ ശിശു ഭൂജാതനായത്. അങ്ങനെ ഭൂജാതനായ ശിശുവിന് പേര് നൽകി, നാമകരണം ചെയ്തു. എന്തായിരുന്നു ആ പേര്? ത്രിവിക്രമൻ എന്നായിരുന്നു ആ പേര്. എങ്കിലും ആകാരത്തിലെ ആ ഹ്രസ്വത കൊണ്ട്, വളരെ ചെറിയ ആകാരമായിരുന്നു. അതുകൊണ്ട് ആ ശിശു പിന്നീട് പ്രസിദ്ധനായി തീർന്നത് വാമനൻ എന്നുള്ള പേരിലാണ്. അപ്പം ജനിച്ചപ്പോൾ മുതൽക്കേ തന്നെ കൗപീനവും പൂണുനൂലും ധരിച്ച് ഭിക്ഷാടനം ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു വാമനൻ്റേത്. അക്കാലത്ത് രാജാവായ മഹാബലി മുടക്കം കൂടാതെ യാഗം നടത്തി വന്നിരുന്നു. ആ യാഗത്തിന് വരുന്നവർക്കെല്ലാം നിർലോഭമായി അദ്ദേഹം ദാനവും നൽകിയിരുന്നു. ദാനധർമ്മിഷ്ഠനായിരുന്നു മഹാബലി. അങ്ങനെ ഒരു ദിവസം ഈ വാമനൻ മഹാബലി നടത്തിക്കൊണ്ടിരുന്ന യാഗത്തിൻ്റെ സ്ഥലത്ത് എത്തുകയാണ്. ആ യാഗശാലയ്ക്ക് അടുത്തുള്ള ഒരു ഋഷിവാടത്തിൽ അദ്ദേഹം താമസിച്ചു. വാമനന്റെ മുഖത്ത് വലിയ ദിവ്യമായിട്ടുള്ള തേജസ്സാണ്. ആ തേജസ് കണ്ടാൽ തന്നെ ഇദ്ദേഹം എന്തോ ഒരു പ്രത്യേക വ്യക്തിയാണ് എന്ന് എല്ലാവർക്കും തോന്നും. അങ്ങനെ അത് കണ്ട ഋഷിമാരെല്ലാം ഈ വാമനെ വളരെയധികം ആദരിക്കുകയും ഇദ്ദേഹം വന്നിരിക്കുന്ന വിവരം, വളരെ അസാമാന്യമായ തേജസ്സുള്ള ഒരു ബ്രഹ്മചാരി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മഹാബലിയെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ മഹാബലി ആ ഋഷിവാടത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്.
അങ്ങോട്ട് ചെന്ന് വാമനനെ സന്ദർശിക്കും. എന്നിട്ട് അദ്ദേഹത്തോട് പറയും, അങ്ങ് ഇവിടെ താമസിച്ചാൽ പോരാ, അങ്ങ് എൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ വരണം, എൻ്റെ ആതിഥ്യം സ്വീകരിക്കണം എന്ന് പറയും. അങ്ങനെ പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വാമനൻ മഹാബലിയോടൊത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. നല്ല സൽക്കാരങ്ങളൊക്കെ നൽകി. അതിനുശേഷം മഹാബലി പറയും, മഹാബലി നേരത്തെ പറഞ്ഞ പോലെ ദാനധർമ്മിഷ്ഠനാണല്ലോ, അദ്ദേഹത്തെ സന്ദർശിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം പോലെ എന്താണോ ആഗ്രഹം അത് നൽകി വിടുന്നതാണ് മഹാബലിയുടെ പതിവ്. അപ്പോൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്നൊന്ന് സ്വീകരിക്കണം എന്ന് മഹാബലി അപേക്ഷിക്കും. അപ്പോൾ ഇദ്ദേഹം പറയും, എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് തപസ് ചെയ്യാനായിട്ട് ഒരു 3 അടി സ്ഥലം വേണം. അല്ല, ഞാൻ സർവ്വസംഘ പരിത്യാഗിയാണ്, എല്ലാം പരിത്യജിച്ച് എനിക്ക് എന്തിനാണ് മറ്റ് സമ്മാനങ്ങളൊക്കെ, എനിക്ക് എവിടെയെങ്കിലും ഇരുന്ന് തപസ് ചെയ്യണം, അതിനൊരു 3 അടി സ്ഥലം വേണം. ഇത് മാത്രമാണ് വാമനൻ ആവശ്യപ്പെട്ടത്. മഹാബലിക്ക് അത്ഭുതമായി. ഇത്രയും തേജസ്വിയായിട്ടുള്ള മഹായോഗി അദ്ദേഹം വന്നിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സന്നദ്ധനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് വെറും ഒരു 3 അടി സ്ഥലം മാത്രം. അപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എവിടെയെങ്കിലും 3 അടി സ്ഥലം, അങ്ങേക്ക് എവിടെയാണ് ഇഷ്ടം, ആ 3 അടി സ്ഥലം അളന്നെടുത്ത് കൊള്ളാനായിട്ട് പറയുകയും ആ ദാനത്തിൻ്റെ പ്രതീകമായിട്ട് ഇങ്ങനെ നീർ വീഴ്ത്തുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ജലം ഇങ്ങനെ ഒഴിക്കും. ആ സമയത്ത് മഹാബലിയുടെ ആചാര്യനായിട്ടുള്ള ശുക്രാചാര്യർക്ക് അപകടം മണത്തു. അങ്ങനെ ശുക്രാചാര്യർ മഹാബലിയെ തടുത്തു, അങ്ങനെ ചെയ്യരുത്, ഇത് വാമന രൂപത്തിൽ വന്നിരിക്കുന്ന ഒരു സാധാരണ വ്യക്തിയല്ല, ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. മഹാബലിയിൽ നിന്ന് സ്വർഗലോകം വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി കശ്യപന്റെ പുത്രനായി ജനിച്ചിരിക്കുകയാണ് ഇദ്ദേഹം എന്നൊക്കെ മഹാബലിയുടെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ പറയുകയും മഹാബലിയെ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അപ്പം അങ്ങിത് സമ്മതിച്ചു കൊടുത്താൽ വാമനൻ 3 ലോകം 3 അടിയായി അളന്നെടുക്കും എന്ന് ശുക്രാചാര്യർ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ശുക്രാചാര്യർ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഈ സത്യസന്ധനും ദാനശീലനുമായിട്ടുള്ള മഹാബലിയെ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറ്റാൻ കഴിഞ്ഞില്ല. ഇല്ല, ഞാൻ വാഗ്ദാനം നൽകിയതാണ്, ഞാൻ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല, എന്ത് സംഭവിച്ചാലും എന്നായിരുന്നു മഹാബലിയുടെ തീരുമാനം. മഹാബലി നീർ വീഴ്ത്താൻ തന്നെ തീരുമാനിക്കും. നീർ വീഴ്ത്താൻ തന്നെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. ഇങ്ങനെ ദാനം കൊടുത്ത് പ്രതീകാത്മകമാണ്. ആ ഒരു കിണ്ടിയിൽ കൂടിയാണ് ജലം ഒഴിക്കുന്നത്. അപ്പോൾ കിണ്ടിയുടെ മുരൽ എന്ന് പറയുന്ന ആ ഭാഗത്തിൽ കൂടി വാമനൻ്റെ കയ്യിലേക്ക് ജലം ഇങ്ങനെ പകർന്നു കൊടുക്കാനായിട്ട് മഹാബലി ഒരുങ്ങുകയാണ്, ഭാവിക്കുകയാണ്. ഇങ്ങനെ കിണ്ടി കയ്യിലെടുത്തു, ആ മുരലിൽ കൂടി ജലം ഇങ്ങനെ ഒഴിച്ച് വാമൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ സമയത്ത് കിണ്ടിയുടെ ആ മുരലിൽ കയറി വാമൻ്റെ ഒരു കരട് പോലെ ഈ ശുക്രാചാര്യർ ആ മുരലിനകത്ത് കടന്നുകൂടി തടഞ്ഞു നിർത്തി. ജലം കീഴ്പോട്ട് വീഴാതെ ശുക്രാചാര്യർ തടഞ്ഞു നിർത്തി. ഒരു കരടിൻ്റെ രൂപത്തിൽ അതിനകത്ത് ഉള്ളിൽ അത്രമാത്രം ശുക്രാചാര്യർ ശ്രമിച്ചു ഈ അപകടത്തിൽ നിന്നും മഹാബലിയെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ വാമനൻ എന്ത് ചെയ്തു? ഒരു ദർഭയുടെ മുന കൊണ്ട് ഈ മുരലിനുള്ളിൽ ഒരു കുത്തു കൊടുത്തു, ചെറുതായിട്ടൊന്ന് കുത്തി. അപ്പോൾ ശുക്രൻ്റെ ഒരു കണ്ണ് അങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കുത്തിയപ്പോൾ മുരലിലൊരു ചെറിയ വിടവുണ്ടായി. ആ വിടവിൽ കൂടി ജലം കീഴ്പോട്ട് ഒഴുകി. വാമൻ്റെ കൈക്കുമ്പിൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ മുരലിൽ ചെറിയൊരു വിടവുണ്ടായി, ജലം ഒഴുകി തുടങ്ങി. ആ ജലം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പതിക്കും തോറും അദ്ദേഹത്തിൻ്റെ ആകാരം വളരാൻ തുടങ്ങി, വലുതായി വരികയാണ്. ആദ്യത്തെ 2 അടി കൊണ്ട് തന്നെ ഭൂമിയും സ്വർഗവും അളന്നെടുക്കത്തക്ക വണ്ണം വാമനൻ വളർന്നു കഴിഞ്ഞു. അപ്പം 3ാമത്തെ അടി അളക്കാനായി അദ്ദേഹം പെരുവിരൽ ഊന്നിയതേ ഉള്ളൂ. അപ്പോഴേക്കും ബ്രഹ്മാണ്ടം 2ആയി പിളരുകയും അതിനുള്ളിൽ നിന്നും ഗംഗാനദി പ്രവഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ പാദം മുഴുവൻ ഊന്നി അളക്കാൻ സ്ഥലമില്ലാതായപ്പോൾ ബാക്കി സ്ഥലം കാണിച്ചു തരണം എന്ന് വാമനൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം മഹാബലി പറഞ്ഞു, എൻ്റെ ശിരസിൽ ചവിട്ടി അളവ് പൂർത്തിയാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാബലി തൻ്റെ ശിരസ് കുനിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത്
മഹാബലിയുടെ പിതാമഹനും മഹാഭക്തനുമായ പ്രഹ്ലാദനും അവിടെ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ പ്രഹ്ലാദ ചരിത്രമൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം മഹാബലിയുടെ പിതാമഹനാണ്. അങ്ങനെ പ്രഹ്ലാദന്റെ കൂടി സാന്നിധ്യത്തിൽ വാമനൻ ഉയർത്തിയ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അളവ് പൂർത്തിയാക്കുകയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു. എങ്കിലും ഭഗവാന്റെ അനുഗ്രഹാശസ്സുകളോടുകൂടി പ്രഹ്ലാദനുമൊത്ത് മഹാബലി വൈകുണ്ഠം പ്രാപിച്ചു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇപ്പം നമ്മൾ ഓണത്തിനെ കുറിച്ചുള്ള കഥകളുടെ കൂട്ടത്തിൽ ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് അല്പ ചില മാറ്റങ്ങളോടുകൂടി നമുക്ക് അറിയാൻ വയ്യാത്തതും അറിയുന്നതുമായ പല ഭാഗങ്ങളോട് ചേർത്ത് ശ്രീ മഹാഭാഗവതത്തിൻ്റെ അഷ്ടമസ്കന്ധത്തിൽ വാമനാവതാരം എന്ന ഭാഗത്ത് വിവരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നിവിടെ വ്യാഖ്യാനിച്ചത്. പിന്നെ നമ്മൾ അടുത്ത ഭാഗവത കഥകളിൽ അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് മത്സ്യാവതാരത്തെക്കുറിച്ചാണ്. അത് അടുത്ത 23-ാമത്തെ ലക്കത്തിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.